സ്മാർട്ട് പദ്ധതി വഴിയുള്ള ലൈസൻസ് പുതുക്കലിനെതിരെ വ്യാപാരികൾ രംഗത്ത്. കെട്ടിട ഉടമകൾക്ക് യഥേഷ്ടം വാടക വർദ്ധിപ്പിക്കാനും കച്ചവടക്കാർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കാനുമുള്ള സംവിധാനമായി കെ സ്മാർട്ട് പദ്ധതി മാറിയെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. മുൻ വർഷങ്ങളിലെ ലൈസൻസ് കോപ്പി സമർപ്പിച്ച് വാർഷിക ലൈസൻസ് പുതുക്കിയിരുന്ന വ്യാപാരികളെ ഇരട്ടി ദുരിതത്തിലാക്കുന്നതാണ് കെ സ്മാർട്ട് വഴിയുള്ള ലൈസൻസ് പുതുക്കലെന്നാണ് വ്യാപാരികളുടെ ആരോപണം. പുതിയ കെ സ്മാർട്ട് ഡിജിറ്റൽ വേർഷന്റെ ഭാഗമായി അക്ഷയ സെന്ററിലാണ് ലൈസൻസ് പുതുക്കാൻ കൊടുക്കേണ്ടത്. കാലങ്ങളായി കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ ഉൾപ്പെടെ കെട്ടിട ഉടമയുടെ സാക്ഷ്യപത്രം അക്ഷയ സെന്ററിൽ സമർപ്പിച്ചാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. പുതിയ നിയമപ്രകാരം കച്ചവടക്കാരനെ ഒഴിപ്പിക്കാൻ കാത്തിരിക്കുന്ന കെട്ടിട ഉടമകളും വാടക വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കെട്ടിട ഉടമകളും തങ്ങളുടെ ആവശ്യം നടപ്പായില്ലെങ്കിൽ അനുമതി പത്രം നൽകാതിരിക്കുന്ന പ്രവണതയാണ്. ഇതിനാൽ ഈ നിയമം ഭേദഗതി വരുത്തി കച്ചവടക്കാരുടെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈഴവത്തിരുത്തി യൂണിറ്റ് ആവശ്യപ്പെട്ടു. ഫെബ്രുവരി മാസം എന്ന് പറയുന്ന ലൈസൻസ് പുതുക്കുന്ന മാസം. ഈ ലൈസൻസ് പുതുക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നഗരസഭയിൽ വന്ന് ലൈസൻസ് പുതുക്കുക വളരെ ഒരു പ്രയാസമില്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ലൈസൻസ് പുതുക്കുന്നത് അക്ഷയ സെന്ററിലൂടെയാണ് ലൈസൻസ് പുതുക്കുന്നത്. അക്ഷയ സെന്ററിലൂടെ ലൈസൻസ് പുതുക്കുമ്പോൾ സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന പഴയ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ലൈസൻസ് പുതുക്കുന്ന പഴയ കച്ചവടക്കാർ ബിൽഡിംഗ് ഓണേഴ്സിന്റെ കൺസേൺ ലെറ്റർ അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ ലെറ്റർ വേണമെന്നാണ് അക്ഷയ സെന്റർ പറയുന്നത്. അത് ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നിലവിൽ കാലങ്ങളായി കച്ചവടം ചെയ്യുന്ന ആളുകൾ പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ബിൽഡിംഗ് ഓണർമാരുമായിട്ടുണ്ടാകും. അവരുടെ അമിതമായ വാടക വർധനവ്, ആ വാടക വർധനവ് അമിതമായ 20% കൂടുതൽ 3 വർഷം കൂടുമ്പോൾ 20% കൂടുതൽ വർധനവ് ഉണ്ടാകുമ്പോൾ അത് കൊടുക്കാൻ പറ്റാത്ത ചെറുകിട കച്ചവടക്കാർ അപ്പോൾ അതിനെ കുറയ്ക്കണമെന്ന് പറയുമ്പോൾ തമ്മിലുണ്ടാകുന്ന അസാരസ്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വർഷവും ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി കൺസേൺ ലെറ്റർ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ കൺസേൺ ലെറ്റർ കൊടുക്കാതിരിക്കുകയും അങ്ങനെ കച്ചവടക്കാരനെ പുറത്താക്കാനുള്ള ഒരു അവസരം ബിൽഡിംഗ് ഓർഡറിന് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുതിയ നിയമത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് വ്യാപാരികളുടെ പക്ഷത്ത് നിന്ന് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും രേഖാമൂലം പരാതി നൽകി. KP അബ്ദുൽ ജബ്ബാർ, TK രഘു, റഫീഖ്, ലാഹുൽ അമീൻ, മർവ റഷീദ് എന്നിവർ പങ്കെടുത്തു. PGTV ന്യൂസ്, പൊന്നാനി.